പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ആശീർവാദത്തോടെ പുതിയൊരു ദൗത്യവുമായി സ്മൃതി ഇറാനി ഇറങ്ങുകയാണ്. കെജ്രിവാളിനെ ഡൽഹിയിൽ നിന്ന് തൂക്കിയെറിയുകയാണ് ലക്ഷ്യം. 2019 കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ അമേഠിയിൽ രാഹുലിനെ മലർത്തിയടിച്ച സ്മൃതി ഇറാനിക്ക് അമിതമായ ആത്മവിശ്വാസത്താൽ കഴിഞ്ഞ തവണ 2ാം വിജയം നഷ്ടമാകുകയായിരുന്നു. ആ അപ്രതീക്ഷിത തോൽവിക്ക് പിന്നാലെ കുറച്ചു കാലമായി പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്ന മുൻ കേന്ദ്രമന്ത്രി കൂടിയായ സ്മൃതി ഇറാനിയെ റീലോഡ് ചെയ്ത് ഡൽഹിയിൽ ഇറക്കിയിരിക്കുകയാണ് BJP നേതൃത്വം. അമേഠി പിടിച്ചടക്കിയ ഈ തീപ്പൊരി നേതാവിന് ഇന്ദ്രപ്രസ്ഥം പിടിക്കാനാവുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രിയെ ഡൽഹിയിൽ നിയോഗിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും BJP കേന്ദ്ര നേതൃത്വവും ലക്ഷ്യമിടുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്: അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭരണം പിടിക്കുക. അരവിന്ദ് കെജ്രിവാളിന്റെ സ്വാധീനം ശക്തയായ ഒരു പ്രതിയോഗിയിലൂടെ അവസാനിപ്പിക്കാനാവുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. ഡൽഹി മുഖ്യമന്ത്രിയായി സ്മൃതി ഇറാനിയെ ഉയർത്തി കാണിക്കാതെ അവരുടെ മേൽനോട്ടത്തിൽ പാർട്ടിയെ തിരഞ്ഞെടുപ്പിന് സജ്ജമാക്കുക എന്ന ഫോർമുലയ്ക്കാണ് ഇപ്പോൾ BJP രൂപം നൽകിയിരിക്കുന്നത് എന്നാണ് ലഭ്യമായ വിവരം. ഈ മാസം 2ാം തീയതി മുതൽ ആരംഭിച്ച BJPയുടെ അംഗത്വ ക്യാമ്പയിനിൽ സ്മൃതി ഇറാനി സജീവമായി പങ്കെടുക്കുന്നുണ്ട്. രാജ്യതലസ്ഥാനത്തെ 14 ജില്ലകളിലും പാർട്ടി പരിപാടികൾ മുന്നോട്ടു പോകുന്നത് സ്മൃതിയുടെ നേതൃത്വത്തിലാണ്. 70 സീറ്റുകളുള്ള ഡൽഹിയിൽ 2015 3ഇടത്തും 2020 8ഇടത്തും മാത്രമാണ് BJP വിജയിച്ചിരുന്നത്. ആദ്യത്തെ തവണ കിരൺ ബേദിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ 2020 ഉയർത്തി കാണിക്കാൻ ഒരു മുഖമില്ലാതെയാണ് BJP തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത്. മോദി ഷാ സഖ്യത്തിന്റെ മൂക്കിന് താഴെയുള്ള ഡൽഹിയിൽ 3ാമതും കെജ്രിവാളും ആപ്പും അധികാരത്തിലെത്തുന്നത് ഏതു വിധേനയും തടയുക എന്നത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. സ്മൃതി ഇറാനിയെ നിയോഗിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരാൻ കഴിയുമെന്നും BJP കണക്കുകൂട്ടുന്നു. കേന്ദ്രമന്ത്രിമാരെയും ദേശീയ നേതാക്കളെയും സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച് നേട്ടമുണ്ടാക്കുന്നത് BJP പലയിടത്തും നേരത്തെയും വിജയിപ്പിച്ചെടുത്ത മാതൃകയാണ്. ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായതും ജയിലിൽ കഴിഞ്ഞതും കെജ്രിവാളിന്റെ വ്യക്തിപ്രഭാവത്തെ ബാധിച്ചിട്ടുണ്ട് എന്നും അഴിമതി വിരുദ്ധ സൽപ്പേരിന് കളങ്കം വരുത്തിയിട്ടുണ്ടെന്നും BJP വിലയിരുത്തുന്നു. ഒരു വർഷത്തിനപ്പുറം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് ഇപ്പോൾ തന്നെ സ്മൃതി ഇറാനിയെ പോലെ അറിയപ്പെടുന്ന ഒരു നേതാവിന്റെ കീഴിൽ തയ്യാറെടുപ്പ് ആരംഭിക്കുന്നത് നേട്ടമുണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നിരിക്കെ അവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകണമെന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ അത്തരമൊരു സ്ട്രാറ്റജിയിലേക്ക് തന്നെ BJP നീങ്ങിയേക്കുമെന്നാണ് കരുതുന്നത്. അതിനിടെ നിർണായകമായ ഒരു പ്രഖ്യാപനവുമായി അരവിന്ദ് കെജ്രിവാൾ എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. താൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമെന്നും രാജി 2 ദിവസത്തിനകം ഉണ്ടാവുമെന്നുമാണ് കെജ്രിവാൾ അറിയിച്ചത്. പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയായിരുന്നു ഈ അപ്രതീക്ഷിത പ്രഖ്യാപനം. താൻ അഗ്നിപരീക്ഷയ്ക്ക് തയ്യാറാണ് എന്നും പുതിയ ജനവിധിയോടെ തിരിച്ചു വരുമെന്നും കെജ്രിവാൾ പറഞ്ഞു. ജനങ്ങൾ തീരുമാനിക്കുന്നതുവരെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നവംബറിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടത്തണം. ഞാൻ സത്യസന്ധൻ എന്ന് ബോധ്യപ്പെട്ടാൽ വോട്ട് ചെയ്താൽ മതി. മഹാരാഷ്ട്രയ്ക്കൊപ്പം ഡൽഹി തിരഞ്ഞെടുപ്പ് കൂടി നടത്തണം. താൽക്കാലിക മുഖ്യമന്ത്രിയെ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്നും കെജ്രിവാൾ വ്യക്തമാക്കുന്നു.